ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2 SCRT ചാപ്റ്റേഴ്സുമായിട്ടാണ്. അതിൽ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. 5ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. അതിൽ നമ്മളെ പല്ലിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത് ആ ചാപ്റ്ററിലാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്ററാണ് പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നുള്ളത്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് 3 കാര്യങ്ങളാണ്: സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു. അപ്പോൾ എന്താണ് ഈ സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പ്രകാശമുണ്ടല്ലോ, അതിനെ കടത്തിവിടുന്ന വസ്തുവിനെയാണ് നമ്മൾ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി അതിനെ ഭാഗികമായിട്ട് മുഴുവനായും കടത്തിവിടാതെ എന്നാൽ പകുതിയോളം അല്ലെങ്കിൽ കുറച്ച് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യവും, ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അർദ്ധധാര്യവും, കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു അദൃശ്യനായ മനുഷ്യൻ എന്നുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത്. ഈ നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. അങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അദൃശ്യനായ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ എന്ന നോവലിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ കുറച്ച് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? പ്രകാശം തട്ടി തിരിച്ചു പോകുന്നതിൻ്റെ ചിത്രങ്ങളാണത്. അതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. അത് മിനുസമുള്ള ദർപ്പണങ്ങളിൽ തട്ടുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മിനുസമില്ലാത്ത പരുപരുത്ത പ്രതലങ്ങളിൽ തട്ടുമ്പോൾ എങ്ങനെയാണ് പ്രകാശം പ്രതിപദിക്കുന്നത് എന്നാണ് ആ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അതിനെയാണ് ക്രമപ്രതിപതനം, വിസരിത പ്രതിപതനം എന്ന് പറയാം. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശയിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി പതന കോൺ, പ്രതിപതന കോൺ എന്നിവയെ കുറിച്ചിട്ട് നോക്കാം. പ്രകാശരശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് പതന കോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പതനരശ്മി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പതനരശ്മി എന്ന് പറയുന്നത്. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി എന്ന് പറയുന്നു. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരുന്ന രേഖയെയാണ് നമ്മൾ ലംബം എന്ന് പറയാം. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി എന്ന് പറയാം. അപ്പോൾ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പതനരശ്മിയും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മി എന്നാണ് പ്രതിപതന രശ്മിയുമാണ്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്തെന്ന് പറയുന്നത്? പതന കോൺ എന്ന് പറയുന്നത്. ഇനി പ്രതിപതന രശ്മിക്കും ലംബത്തിനുമിടയിലുള്ള കോണാണ് എന്തെന്ന് പറയുന്നത്? പ്രതിപതന കോൺ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ പതന കോണും പ്രതിപതന കോണും എന്തായിരിക്കാം? തുല്യമായിരിക്കാം. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതുപോലെ പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലുമായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും എങ്ങനെയായിരിക്കും? ഒരേ തലത്തിൽ ആയിരിക്കും. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയായിരിക്കാം? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ആ വസ്തുവിനെ കാണുന്നത്. അതായത് ഒരു വസ്തുവിനെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടിയിട്ട് പ്രതിപദിച്ച് അത് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണുന്നു. ഒരു ഇരുട്ടത്ത് ഒരു വസ്തു ഇരിക്കണമെന്ന് നമുക്ക് അതിനെ കാണില്ല. കാരണം ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് ഒരു പ്രകാശം വന്ന് ആ വസ്തുവിൽ തട്ടി അത് പ്രതിപദിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയുകയുള്ളൂ.
എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? പ്രകാശ സ്രോതസ്സുകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പാർഷിക വിപര്യം. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർഷിക വിപര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതലം നിരപ്പായ ദർപ്പണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. ആ സമതല ദർപ്പണത്തിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയും. അപ്പോൾ സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഇനി സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കാം? പ്രതിബിംബത്തിന് പാർഷിക വിപര്യം സംഭവിച്ചിരിക്കും. നമ്മൾ പറഞ്ഞു വലതുഭാഗം ഇടതുഭാഗമായിട്ടും ഇടതുഭാഗം വലതുഭാഗമായിട്ടും കാണുന്നതിനെയാണ് പാർഷിക വിപര്യം എന്ന് പറയുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ സമതലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറഞ്ഞു. അപ്പൊ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന് എങ്ങനെയുണ്ടാവുക? പാർഷിക വിപര്യമാണ് സംഭവിച്ചിട്ടുണ്ടാവുക. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പം പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. ഇനി കോണളവ് വെച്ചിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാൻ കഴിയും എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ മ്യൂസിയങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഷോയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാറുണ്ട് അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു മിററിലോ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു മിററിൽ പോയി നോക്കിയാൽ ഒരുപാട് തവണയായിട്ട് നമ്മളെ തന്നെ കാണുന്നത് പോലെ തോന്നും. അതായത് ഒരുപാട് കണ്ണാടിയിലൂടെ നമ്മളെ കാണുന്നത് പോലെ തോന്നും. അതെങ്ങനെയാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കോണളവ് വെച്ചിട്ട് എത്ര പ്രതിബിംബം അവിടെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു കോണളവ് കിട്ടുകയാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം നമുക്ക് കാണാൻ കഴിയും. രണ്ട് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് വെച്ചിട്ട് നമുക്ക് അവിടെ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകും എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ അവിടെ നമുക്ക് 60 ഡിഗ്രി കോണളവാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ച് കാരണം നമുക്ക് അതിൽ നിന്ന് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് 360/60 - 1 പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? അവിടെ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ട് എന്ന് കാണാൻ കിട്ടും. അവിടെ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും? 5 പ്രതിബിംബങ്ങൾ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഓരോന്ന് വെച്ചിട്ടും എത്ര പ്രതിബിംബങ്ങൾ അവിടെ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്നുള്ളത്. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ് അല്ലേ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ ജീവികൾക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആഹാരം ആവശ്യമാണ്. ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവികളിലും എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. കാരണം ഓരോ മൃഗങ്ങളിൽ ആയാലും മനുഷ്യന്മാരിലായാലും ആഹാര ശേഖരണം, ആഹാരം സമ്പാദിക്കുന്ന രീതി, അവർ കഴിക്കുന്ന ആഹാരങ്ങൾ എന്നിവയെല്ലാം വളരെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ സസ്യാഹാരി, മാംസാഹാരി, മിശ്രാഹാരി എന്നിങ്ങനെ ജീവികളെ തരംതിരിക്കാൻ കഴിയില്ലേ നമുക്ക്? സസ്യാഹാരം മാത്രം കഴിക്കുന്നവയെ സസ്യാഹാരി എന്നും മാംസാഹാരം മാത്രം കഴിക്കുന്നവയെ നമുക്ക് മാംസാഹാരി എന്നും, രണ്ടും മിശ്രാഹാരിയായത് അതായത് സസ്യാഹാരവും അതുപോലെ മാംസാഹാരവും കഴിക്കുന്നവരെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? മിശ്രാഹാരി എന്നും നമുക്ക് പറയാൻ കഴിയും. ഇനി എന്താണ് പോഷണം എന്ന് പറയുന്നത്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ എങ്ങനെ പറയുന്നു? പോഷണം എന്ന് പറയുന്നു. അപ്പൊ ഈ പോഷണത്തിന് 5 ഘട്ടമാണുള്ളത്. ഈ പോഷണത്തിന് എത്ര ഘട്ടമുണ്ട്? 5 ഘട്ടമാണ്. അതിന്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. നമ്മൾ ആഹാരം സ്വീകരിക്കുന്നത് ഏതിലൂടെയാണ്? വായുവിലൂടെയാണ് അല്ലെ? അപ്പോൾ ആദ്യഘട്ടം, ആഹാര സ്വീകരണത്തിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ പോഷണത്തിന്റെ ആദ്യഘട്ടം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് വായയിൽ നിന്നാണ് തുടങ്ങുന്നത്. വായ എന്നിടത്ത് നമ്മൾ അവിടെ എന്തെല്ലാം പഠിക്കാനുണ്ടാവും? ചുണ്ട്, നാക്ക്, പല്ല് എന്നീ 3 കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. ആദ്യം നമുക്ക് പല്ലിനെ കുറിച്ച് തന്നെ നോക്കാം. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരിക്കുന്നത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ്? പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ആഹാരം
മുളയ്ക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. ആഹാരങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആഹാരം കടിച്ചു കീറുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണമാണ് എന്തിനുള്ളത്? പല്ലുകൾക്ക് ഉള്ളത്. അപ്പോൾ പല്ലിൻ്റെ ഏറ്റവും മുകളിലുള്ളത് പാളി ഏതാണ്? അതാണ് ഇനാമൽ എന്ന് പറയുന്നത് അല്ലേ. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ പല്ലിൻ്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്താണ്? പല്ലിൻ്റെ ഇനാമലാണ്. അപ്പോൾ നമ്മുടെ പല്ല് തന്നെ നമുക്കറിയാം, ചെറുപ്പത്തിൽ നമുക്ക് കുറച്ച് പല്ലുകൾ വരും. അതൊരു സമയമായി പറഞ്ഞാൽ നമുക്ക് അതെല്ലാം എന്ത് ചെയ്യും? പറഞ്ഞു പോകും അല്ലേ. അതിനെയാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പാൽപ്പല്ലുകൾ എന്ന് നോക്കാം. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാവുന്നത്. എത്ര പാൽപ്പല്ലുകളാണ്? 20 പാൽപ്പല്ലുകൾ. മുകളിലും താഴെയും 10 വീതം. അതാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് 6 മാസം മുതൽ. ഇനി എന്താണ് സ്ഥിരദന്തങ്ങൾ? പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവ പൊട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകില്ല. നമ്മൾ പറഞ്ഞു നമുക്ക് ആദ്യം ഉണ്ടാകുന്ന 20 പാൽപ്പല്ലുകൾ എന്താണ്? അത് പറഞ്ഞു പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും സ്ഥിരദന്തങ്ങൾ വരും. എന്നാൽ ഈ സ്ഥിരദന്തങ്ങൾ പറഞ്ഞു പോയാൽ പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാകാറില്ല. അവിടെ പല്ലിൻ്റെ ഘടന തന്നിട്ടുണ്ട്. ചർവണകം, അഗ്രചർവണകം, കൊമ്പല്ല്, ഉളിപ്പല്ല് എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഹാർഡായതും സോഫ്റ്റ് ആയതും എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. അതിനേക്ക് ചവച്ചരയ്ക്കാനും കടിച്ചു മുറിക്കാനൊക്കെ സഹായിക്കുന്നത് എന്താണ്? വിവിധ തരം പല്ലുകളാണ്. ആ വിവിധ തരം പല്ലുകൾ, അവയുടെ എണ്ണം, സ്ഥാനം അതൊക്കെയാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്ത തരം പല്ലുകൾ. ആദ്യത്തേതാണ് ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഉളിപ്പല്ല് എന്ന് പറയുന്നത് നമ്മുടെ വായയുടെ മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ല് വീതമാണുള്ളത്. അപ്പോൾ ഉളിപ്പല്ല് എന്ന് പറയുന്നത് മുകളിലും താഴെയുമായിട്ട് എത്ര വീതമാണുള്ളത്? 4 വീതമാണ് ഉള്ളത്. അതിൻ്റെ എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ അത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഉളിപ്പല്ലുകൾ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമാണ് ഉള്ളത്. അടുത്തതാണ് കൊമ്പല്ല് എന്ന് പറയുന്നത്. കൊമ്പല്ല് ഈ 4 വീതം ഒളിപ്പല്ലുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതമാണ് കാണപ്പെടുന്നത് കൊമ്പല്ല്. അപ്പോൾ ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുമ്പോൾ കൊമ്പല്ല് സഹായിക്കുന്നത് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാനാണ് സഹായിക്കുന്നത്. കൊമ്പല്ല് കടിച്ച് കീറാനാണ് സഹായിക്കുന്നത്. ഇനി അഗ്രചർവണകം. അഗ്രചർവണകം എന്തിനാ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലായി മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമാണ് ഉള്ളത്. കൊമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമാണുള്ളത്. അവ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തതാണ് ചർവണകം. മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതമാണ് ഉള്ളത്. ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ തന്നെ സഹായിക്കുന്നു. അപ്പോൾ ഉളിപ്പല്ല് മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതമുണ്ട്. കൊമ്പല്ല് ഈ ഉളിപ്പല്ലിന് സമീപം ഇരുവശത്തും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതമാണുള്ളത്. അഗ്രചർവണകം എന്ന് പറയുന്നത് കൊമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ല് വീതമാണുള്ളത്. ചർവണകം മുകളിലും താഴെയുമായി 6 പല്ലുകളാണ് ചർവണകത്തിൽ ഉള്ളത്. ഇനി ഉളിപ്പല്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കൊമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അഗ്രചർവണകം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകവും ചർവണകവും നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ്. ഈ അഗ്രചർവണകത്തിനെയും ചർവണകത്തെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? അണപ്പല്ലുകൾ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. എങ്ങനെ വിളിക്കാറുള്ളത്? അണപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു. മാംസാഹാരികളുടെ കൊമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ
ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരക്കാനും സഹായിക്കുന്നു. ഇനി എന്താണ് ദന്തക്ഷയം എന്ന് പറയാം. നമുക്കറിയാം ദന്തക്ഷയം പറഞ്ഞാൽ നമ്മളെ പല്ലിൽ പോട് വരിക, പല്ല് കേടാവുക, അതിനൊക്കെയാണ് നമ്മുടെ ദന്തക്ഷയം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ നമ്മുടെ പല്ല് എന്തുകൊണ്ടാണ് കേടുവരുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ, നമ്മുടെ പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം സംയുക്തമാണ്. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, കേടുവരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് അവിടെ ആസിഡ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ആഹാരം കഴിച്ച ശേഷം ശരിയായി വായ വൃത്തിയാക്കാതിരുന്ന് പറഞ്ഞാൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലുകളുടെ ഇടയിൽ പറ്റിപ്പിടിക്കും. ഇവിടെയാണ് ബാക്ടീരിയ പോഷണം നടത്തും. ഇതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡിന്റെ പ്രവർത്തനം മൂലമാണ് എന്താവുന്നത്, പല്ലുകൾ കേടുവരുന്നത്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീര്യം കുറഞ്ഞ ആസിഡാണ്. എന്നാലും ഇത് നമ്മുടെ പല്ലിന്റെ ഇനാമൽ ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ചിട്ട് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രവർത്തനമൊന്നുമില്ല, ദീർഘകാലം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ പല്ല് കേടുവരുന്നത്. ഈ പല്ലിലെ ഇനാമൽ ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ചിട്ട് പല്ല് കേടുവരുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പരീക്ഷണം പോലെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്ന ഒരു കാൽസ്യം സംയുക്തമാണ്. അതുപോലെ ഒരു കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ മാർബിൾ എന്ന് പറയുന്ന വളരെ കാഠിന്യമേറിയ പദാർത്ഥമാണ്. ആ ഒരു പദാർത്ഥം എടുത്തിട്ട് അതിനെ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അതെടുത്ത് നോക്കുമ്പോൾ അതെന്താവും, അത് ദ്രവിച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലും ഒരു കാൽസ്യം സംയുക്തമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലിൽ നിൽക്കുമ്പോൾ അവിടെ ബാക്ടീരിയ പ്രവർത്തിക്കുമ്പോൾ എന്താവും, അതിൻ്റെ തൽഫലമായിട്ട് അവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയും അത് പല്ലുകളെ എന്ത് ചെയ്യുകയും ചെയ്യും, കേടുവരുത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പല്ലിനെ കുറിച്ചിട്ട് നമ്മൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഒരുവിധം കാര്യങ്ങളൊക്കെ പല്ലിനെ കുറിച്ചിട്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് നാക്കിനെ കുറിച്ചിട്ട്. നാക്ക് എന്തിനാണ്, രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് നാക്ക് എന്ന് പറയുന്നത് അല്ലേ. നാവിലെ സ്വാദുമുകുളങ്ങളാണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്, രുചി അറിയാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നത്. അതുപോലെ വായിലുള്ള ഉമിനീര് ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. നാക്കിന്റെ ധർമ്മങ്ങൾ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണ സാധനങ്ങൾ വിഴുങ്ങാൻ സഹായിക്കുന്നത് നാക്കാണ്. അതുപോലെ പല്ലുകൾക്ക് ചവച്ചരക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നതും എന്താണ്, ഈ നാവുകൾ തന്നെയാണ്. അതുപോലെ ഉമിനീരാണ് എന്തെന്ന് പറയുന്നത്, ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഉമിനീര് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ വായുവിൽ ചവച്ചരിച്ച ഭക്ഷണം പിന്നീട് എവിടേക്ക് എത്തുന്നുണ്ട്, അന്നനാളത്തിലൂടെ ആമാശയത്തെത്തുന്നു. എങ്ങനെയാണ്, വായിൽ നിന്ന് ഭക്ഷണം അന്നനാളത്തിലൂടെ എവിടെ എത്തുന്നു, ആമാശയത്തിലാണ് പിന്നീട് എത്തിച്ചേരുന്നത്. വായയെ ആമാശയം വരെ അല്ലെങ്കിൽ ആമാശയമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അന്നനാളം എന്ന് പറയുന്നത്. വായയെയും ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് ഈ അന്നനാളം എന്ന് പറയുന്നത്. ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പേശികളാലാണ്. അപ്പോൾ അന്നനാളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാലാണ്, പേശികളാലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നു. അപ്പോൾ അന്നനാളത്തിൽ തരംഗ രൂപത്തിലുണ്ടാകുന്ന ചലനം കൊണ്ടാണ് ആഹാരം എന്ത് ചെയ്യുന്നത്, വായിൽ നിന്ന് പോകുന്ന ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്ന് നമുക്ക് പറയാം. ഇനി ആഹാരം ആമാശയത്തിലെത്തി. അപ്പോൾ വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലൂടെ പിന്നെ എവിടെ എത്തി, ആമാശയത്തിലെത്തി. ആമാശയത്തിൽ വെച്ചിട്ട് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. അപ്പോൾ പോഷണത്തിന്റെ രണ്ടാം ഘട്ടം, 5 ഘട്ടത്തിലെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നടക്കുന്നത് എവിടെയാണ്, ഈ ആമാശയത്തിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് ഭാഗികമായിട്ട് ദഹനം നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെയാണ് നമ്മുടെ ആമാശയത്തിൽ നിൽക്കുക. എത്ര മണിക്കൂർ മുതലാണ്, എത്ര വരെയാണ്, 4 to 5 മണിക്കൂർ വരെ അവിടെ നിൽക്കും. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, തരംഗ രൂപത്തിലുള്ള ഒരു ചലനമുണ്ട്. അത് മൂലം എന്താവും, അതും ഒരു കുഴമ്പ് രൂപത്തിൽ ആവും. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതിനു മുമ്പ് ആസിഡുകൾ, ആൽക്കലി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ.
അപ്പോൾ അതെവിടെയാണ്? ആമാശയത്തിലാണ്. ആമാശയത്തിലെ ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കും. അപ്പം ഇത് എന്ത് ചെയ്യും? മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എവിടെ വെച്ചിട്ട്? ആമാശയത്തിൽ വെച്ചിട്ട്. എന്നിട്ട് അതിന് ശേഷം അവിടെ നിന്ന് ഭക്ഷണം പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ നിന്ന് ഭാഗികമായി ദഹിച്ച ആഹാരമാണ്. ഭാഗികമായി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഭാഗികമായി ദഹിച്ച ആഹാരം തുടർന്ന് എവിടേക്ക് പോകുന്നു? ചെറുകുടലിലേക്കാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പം നമ്മുടെ ചെറുകുടൽ എന്ന് പറഞ്ഞാൽ ചെറുത് എന്ന് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ആ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. എത്ര വരെ നീളമുണ്ട്? 5 മുതൽ 6 മീറ്റർ വരെ നമ്മുടെ മനുഷ്യൻ്റെ ചെറുകുടലിന് നീളമുണ്ട്. നമ്മുടെ പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാക്കുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യ ഘട്ടം വായിൽ വെച്ചിട്ടും രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഭാഗികമായിട്ട് ആമാശയത്തിൽ വെച്ചിട്ടും അതുപോലെ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നത് അതെവിടെ വെച്ചിട്ടാണ്? അത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാക്കുകയും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുകയും ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. അപ്പോൾ ദഹനം പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? പിത്തരസം. അതുപോലെ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? ആഗ്നേയ രസം. ചെറുകുടലിന്റെ അഗ്രഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്നിട്ട് എന്താക്കും? ദഹനം പൂർണ്ണമാക്കും. അപ്പോൾ ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. അവിടെ ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. വിരലുകൾ പോലുള്ള സൂക്ഷ്മമായ ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? വില്ലസുകൾ എന്ന് പറയുന്നത്. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ആ വില്ലസുകളിലൂടെയാണ് ഈ പോഷക ഘടകങ്ങൾ എവിടേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിൻ്റെ 3-ാം ഘട്ടം എന്ന് പറയുന്നത്. 1-ാം ഘട്ടം വായ, 2-ാം ഘട്ടത്തിൻ്റെ ഭാഗികമായിട്ട് ആമാശയത്തിൽ വെച്ചിട്ടും ബാക്കി മുഴുവനായി തീരുന്നത് എവിടെ വെച്ചിട്ടുമാണ്? ചെറുകുടലിൽ വെച്ചിട്ടുമാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഈ പോഷണത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ വില്ലസുകളിൽ നിന്നാണ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള ആ സൂക്ഷ്മ ഭാഗങ്ങളായ വില്ലസുകൾ, ഇവയിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? 3-ാം ഘട്ടം. രക്തത്തിലേക്ക് പോഷണം ആഗിരണം ചെയ്യപ്പെടുന്നതിനാണ് 3-ാം ഘട്ടം എന്ന് പറയുന്നത്. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇതാണ് 4-ാം ഘട്ടം. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതിനെ സ്വാംശീകരണം എന്ന് പറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോഷണത്തിൻ്റെ 4-ാം ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ അത് പിന്നീട് എവിടേക്കാണ് പോകുന്നത്? വൻകുടലിലേക്കാണ് പോകുന്നത്. വൻകുടലിൽ വെച്ചിട്ട് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പുറന്തള്ളലാണ് പ്രക്രിയയുടെ മലവിസർജനം. ഇത് പോഷണത്തിൻ്റെ 5-ാം ഘട്ടം എന്ന് പറയുന്നു. നമ്മൾ 1-ാം ഘട്ടം മുതൽ 5-ാം ഘട്ടം വരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുപോയി. 5 ഘട്ടങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്പീഡിൽ പറയാം. വായിൽ നിന്ന് 1-ാം ഘട്ടം തുടങ്ങി 2-ാം ഘട്ടത്തിൻ്റെ പകുതി നമ്മൾ ആമാശയത്തിലും ബാക്കി പകുതി ചെറുകുടലിലും വെച്ചിട്ട് നടക്കുന്നു. അതിനുശേഷം വില്ലസുകളിൽ നിന്ന് രക്തത്തിലേക്കുള്ള പോഷക ഘടകങ്ങളുടെ സ്വാംശീകരണത്തെയാണ് 4-ാം ഘട്ടം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കി വന്ന ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളുണ്ടല്ലോ, അത് വൻകുടലുകളിലെത്തും. അവിടെ നിന്ന് വേണ്ട ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെട്ടിട്ട് തുടർന്നുള്ളവ മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
പോഷണത്തിന്റെ 5ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ 5 ഘട്ടവും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അത് ഇനി പ്രത്യേകിച്ച് നമ്മളത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പോഷണം എങ്ങനെയാണ്, മറ്റ് ജീവികളിൽ പോഷണം എങ്ങനെയാണ് എന്നുള്ളതും ഇതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഇനി ശ്വസനം. നമുക്ക് മനുഷ്യന്മാർക്ക് എത്ര സമയത്ത് ഈ ശ്വസിക്കാതിരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയോ? മനുഷ്യന്മാർക്ക് ജീവിക്കാൻ അത്യാവശ്യമായ ഒന്നാണ് നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ശ്വസിക്കുമ്പോൾ വായു അകത്തേക്കും വെളിയിലേക്കും പോകുന്നുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ശ്വസനം എന്ന് പറയുന്നത്. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ ഉച്ഛ്വാസം എന്നും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം എന്നും പറയുന്നത്. ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസവും പുറത്ത് വിടുന്നതിന് എന്തെന്ന് പറയുന്നു? നിശ്വാസം എന്നും പറയുന്നു. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ ശ്വാസം എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതിനുള്ള ഒരു ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരാശയം എന്ന് പറയുന്നത്. ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് എന്ത്? ഔരാശയം എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയെയാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ നമ്മളിവിടെ ചിത്രത്തിൽ കണ്ട ഡയഫ്രം കണ്ട് അല്ലേ. അത് എന്തിനെ വേർതിരിക്കുന്ന ഭിത്തിയാണ്? ഔരാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഔരാശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിനകത്തെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന അറയാണ് ഔരാശയം എന്ന് പറയുന്നത്. അതിനെയും ഉദരാശയത്തെയും അതിന് താഴെയുള്ള ഉദരാശയത്തെയും നമ്മൾ വേർതിരിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഇത് അല്പം മേലോട്ട് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയുള്ളത്? അല്പം മേലോട്ട് വളഞ്ഞിട്ടാണ് ഉള്ളത്. ഇത് കമാനാകൃതിയാണ്. ഈ ഡയഫ്രത്തിന് എങ്ങനെയുള്ള ആകൃതിയാണ്? കമാനാകൃതിയാണ്. മനുഷ്യ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളും പ്രവർത്തനങ്ങളും ഏകദേശം ഒരുപോലെയാണ്. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിനും വാരിയെല്ലുകളോട് ചേർന്ന പേശികൾക്കും പങ്കുണ്ട്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് എങ്ങനെയാണ്? ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യും? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഡയഫ്രം ചുരുങ്ങുകയും വളവ് എന്ത് ചെയ്യും? ഈ വളഞ്ഞു നിൽക്കുന്ന വളവ് അല്പം നിവരുകയും ചെയ്യും. അപ്പോൾ ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. തൽഫലമായിട്ട് അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. ഇനി നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിനുള്ളിൽ നിന്ന് വായു പുറത്തേക്ക് വരുന്നു. അത് എന്താണെന്ന് ഓർക്കണം, അത് ഓർത്ത് വെക്കണം. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യുന്നു? അത് ചുരുങ്ങുന്നു, അല്പം നിവരുന്നു. അപ്പോൾ ഔരാശയത്തിന്റെ വ്യാപ്തി എന്താവും? അത് വർദ്ധിക്കും. അപ്പോൾ അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ശ്വാസകോശവും വികസിക്കും. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവുന്നു. നേരത്തെ ചുരുങ്ങിയതും നിവർന്നതൊക്കെ പൂർവ്വസ്ഥിതിയിലാകും. ശ്വാസകോശം അതുപോലെ പൂർവ്വസ്ഥിതിയിലാകും. ശ്വാസകോശത്തിൽ നിന്ന് വായു എങ്ങോട്ടേക്ക് കടക്കും? പുറത്തേക്ക് കടക്കുകയും ചെയ്യും. ഇനി എന്താണ് ശ്വസന പദം എന്ന് പറയുന്നത്? നാസാദ്വാരത്തിലൂടെ അകത്തു കടന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു. വായുവിന്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപഥം എന്ന് പറയുന്നത്. നാസാദ്വാരത്തിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശത്തിലെ വായു അറകളിലെത്തുന്നു. ഈ വായുവിന്റെ ഈ സഞ്ചാരപാതയെ നമ്മൾ എന്തെന്ന് പറയും? ശ്വസനപഥം എന്ന് പറയുന്നു. ഇനി ഉച്ഛ്വാസം, നിശ്വാസം. ഈ ഉച്ഛ്വാസ സമയത്ത് നമ്മൾ പറഞ്ഞു ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു. വാരിയെല്ലും കൂടെ എന്ത് ചെയ്യും? ഉച്ഛ്വാസ സമയത്ത് വാരിയെല്ലും കൂടെ ഉയരുകയാണ് ചെയ്യുന്നത്. ഇനി ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. ശ്വാസകോശം വികസിക്കും. വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഡയഫ്രം അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാകും. വാരിയെല്ലും കൂടെ താഴും. ഔരാശയത്തിന്റെ വ്യാപ്തി കുറയും. ശ്വാസകോശം ചുരുങ്ങും. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകും. അവിടെ എന്താ ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ നിശ്വാസം നടന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലെയും ഘടകങ്ങളുടെ അളവ് എത്രയാണെന്ന് പറയാം. നമ്മുടെ ഉച്ഛ്വാസവായുവില് ഓക്സിജന് 21% ഉണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, നൈട്രജൻ 78%, ജലബാഷ്പം എന്ന് പറയുന്നത് 0.96% ഉച്ഛ്വാസവായുവിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിലുണ്ടാവുക. ഇനി നിശ്വാസവായുവിൽ പുറത്തേക്ക് വിടുന്ന വായുവിൽ ഓക്സിജൻ 15% ഉണ്ടാവും.
കാർബൺ ഡൈ ഓക്സൈഡ് 0.04 നിന്ന് 4% ആയിട്ടുണ്ടാവും. നൈട്രജൻ 78% തന്നെയായിരിക്കും ഉണ്ടാവുക. ജലബാഷ്പം 0.96 നിന്ന് 3% ആയിട്ടുണ്ടാവും നിശ്വാസവായുവിൽ. ഇനി നമുക്കറിയാം, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്വാസനാളത്തിൽ ഭക്ഷണം കൊടുക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാവില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും. ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്ന പോലെ അല്പം കുനിച്ചു നിർത്തി പുറകിലായി 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായി അമർത്തുക. ആവശ്യമെങ്കിലും ഏതാനും തവണ ഇത് ആവർത്തിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കമഴ്ത്തി പിടിച്ച് തോളെല്ലുകൾക്കിടയിലായി ശക്തിയിൽ തട്ടണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം. ഇനി പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും. പുകവലി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും. പുകവലി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിൽ അടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചിത്രത്തിൽ പാരമീസിയത്തിന്റെ ചിത്രം കാണുന്നുണ്ട്. ഇതൊരു ജലജീവിയാണ്. പാരമീസിയം എന്ന് പറയുന്നതാണ് ഒരു ജലജീവിയാണ്. ഇതൊരു ഏകകോശ ജീവി കൂടിയാണ്. ഇവയിൽ എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അവയൊരു ജലജീവിയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോശസ്തരം വഴിയാണ് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ ആര് സ്വീകരിക്കുന്നത്? പാരമീസിയം സ്വീകരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റ് ജീവികളുടെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന്. മണ്ണിരയെ സഹായിക്കുന്നത് അതിൻ്റെ ഈർപ്പമുള്ള ത്വക്കാണ്. ശ്വസനത്തിന് സഹായിക്കുന്നത് അതിൻ്റെ ഈർപ്പമുള്ള ത്വക്കാണ്. അതുപോലെ മത്സ്യത്തിന് ശകുലങ്ങൾ, അതായത് ചെകിളപ്പൂക്കളാണ് ശ്വസനത്തിന് സഹായിക്കുന്നത്. തവളയെ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കും. നമ്മൾ മണ്ണിരയെ പറഞ്ഞ പോലെ തന്നെ ഈർപ്പമുള്ള ത്വക്കുമാണ് തവളയെ ശ്വസനത്തിന് സഹായിക്കുന്നത്. ഇനി ചിലന്തിയെ ബുക്ക് ലങ്സ് ആണ് ശ്വസനത്തിന് സഹായിക്കുന്നത്. ഇനി എന്താണ് ശ്വസനം എന്ന് പറഞ്ഞാൽ? ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്വസനം എന്ന് പറയുന്നത്. ജീവികൾ അവരുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ശ്വസനം എന്ന് പറയുന്നത്. ഇനി ഈ ശ്വസനം ജീവികളിൽ മാത്രമല്ല സസ്യങ്ങളിലും നടക്കുന്നുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഈ സസ്യങ്ങളിലെ ശ്വസനം നടക്കുന്നത്? ജന്തുക്കളിൽ പോലെ തന്നെ സസ്യങ്ങളിലും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഇലകളിലും അതുപോലെ ഇളം കാണ്ഡങ്ങളിലുമാണ് ഈ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ശ്വസനത്തെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വായയെക്കുറിച്ചിട്ടും നമ്മുടെ ദഹനത്തെക്കുറിച്ചിട്ടും, ദഹനത്തിൽ തന്നെ നമ്മൾ എന്തിനെക്കുറിച്ചിട്ട് പറഞ്ഞു? പോഷണത്തിൻ്റെ 5 ഘട്ടങ്ങളും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസത്തെക്കുറിച്ചിട്ടും അത് കൂടി കലർന്നിട്ടാണ് ദഹനം പൂർത്തിയാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൻകുടൽ, അതുപോലെ വില്ലസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ്. പ്രത്യേകിച്ചിട്ട് ഈ നമ്മളിന്ന് രണ്ടാമത് നോക്കിയ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള പുതിയ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.